G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ഭക്തജനങ്ങളെ, കേരളത്തിലെ പുരാതനവും പ്രാധാന്യമേറിയതുമായ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഇനിയും കൂടുതൽ അറിയാത്ത ഭക്ത മനസ്സുകളിലേക്ക് അറിവ് പകർന്നു നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ഈ എളിയ ശ്രമത്തിന് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം ആരംഭിക്കട്ടെ. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്ക് സമീപം അച്ഛൻ കോവിലാറിൻ്റെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ദക്ഷിണകാശി എന്ന പേരിലും അറിയപ്പെടുന്ന ഈ മഹാക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ കിരാതമൂർത്തി സങ്കല്പത്തിലുള്ള പരമശിവനാണ്. കണ്ടിയൂരപ്പൻ എന്ന പേരിലാണ് ഭക്തർ ഈ ദേവനെ സ്നേഹപൂർവ്വം വിളിക്കുന്നത്. മാർക്കണ്ഡേയ മഹർഷിയുടെ പിതാവായ മൃഗണ്ടുമുനി ഈ ക്ഷേത്രം സ്ഥാപിച്ചതായി ഒരു പുരാതന ഐതിഹ്യമുണ്ട്. ഓടനാട് രാജാക്കന്മാരുടെ അധീനത്തിലുണ്ടായിരുന്ന ഈ ക്ഷേത്രം അവരുടെ സംരക്ഷണത്തിലൂടെയാണ് പ്രശസ്തിയും മഹത്വവും നേടിയത്. ഒരു കാലത്ത് ഈ സ്ഥലം ബുദ്ധക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് ശിവക്ഷേത്രമായി പരിണമിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് ഈ മഹാക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേവതാ പ്രതിഷ്ഠകളുള്ള രണ്ടാമത്തെ ക്ഷേത്രം എന്ന പ്രത്യേകതയും കണ്ടിയൂരിനുണ്ട്. ആകെ 12 ഉപദേവതകളാണ് ഇവിടെയുള്ളത്. ശങ്കരൻ, ശ്രീകണ്ഠൻ, മൃത്യുഞ്ജയൻ, പാർവതീശൻ, വടക്കുംനാഥൻ എന്നിവ ശിവൻ്റെ തന്നെ വിവിധ ഭാവങ്ങളാണ്. കൂടാതെ ഗണപതി, സുബ്രഹ്മണ്യൻ, ധർമ്മശാസ്താവ്, മഹാവിഷ്ണു, ശ്രീകൃഷ്ണൻ, അന്നപൂർണേശ്വരി, നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നടക്കുന്ന 10 ദിവസത്തെ കൊടിയേറ്റുത്സവവും കുംഭമാസത്തിലെ കറുത്ത ചതുർദശി ദിനത്തിലെ ശിവരാത്രിയും ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങളാണ്. മൃഗണ്ടുമുനിക്ക് ലഭിച്ച കിരാതമൂർത്തിയുടെ തേവാരബിംബം അച്ഛൻ കോവിലാറിൻ്റെ തീരത്ത് പ്രതിഷ്ഠിച്ചതോടെയാണ് കണ്ടിയൂർ എന്ന നാമം ഉത്ഭവിച്ചതെന്നാണ് വിശ്വാസം. മറ്റൊരു ഐതിഹ്യത്തിൽ ബ്രഹ്മദേവനുമായി ബന്ധപ്പെട്ട ശ്രീകണ്ഠൻ്റെ സങ്കല്പവും ഈ പ്രദേശത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്നു. പിന്നീട് വിഷ്ണുവിൻ്റെ 6ാം അവതാരമായ പരശുരാമൻ ഇവിടെ ലിംഗപ്രതിഷ്ഠ നടത്തിയെന്നും പറയപ്പെടുന്നു. കണ്ടിയൂരപ്പൻ 3 സന്ധ്യകളിലും 3 ഭാവങ്ങളിലായി ഭക്തർക്ക് ദർശനം നൽകുന്നു. രാവിലെ ദക്ഷിണാമൂർത്തിയായി, ഉച്ചയ്ക്ക് ഉമാമഹേശ്വരനായി, വൈകുന്നേരം കിരാതമൂർത്തിയായി ശിവപെരുമാൾ ഇവിടെ ദർശനം നൽകുന്നു. നിരവധി ഐതിഹ്യങ്ങളാലും ആത്മീയ ശക്തിയാലും പ്രസിദ്ധമായ മാവേലിക്കര കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ഭക്തർക്കൊരു അതുല്യ അനുഭവമാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമല്ലോ. ഇനിയും കൂടുതൽ ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.